ഹലോ, വെൽക്കം ബാക്ക് ടു യദ്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നമുക്കുണ്ടല്ലോ കള്ളില്ലാതെ എങ്ങനെ കള്ളപ്പം ഉണ്ടാക്കാന്ന് നോക്കാം. വെറും ഈസിയാണ്, ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും കമന്റും കൂടെ ഹൈപ്പും ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. നമ്മളിവിടെ 4 മണിക്കൂർ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിരുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലെ കുറച്ച് പച്ചരി എടുത്തിട്ട് ഇത്തിരി പച്ചവെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന്, അതായത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ ദാ നമ്മള് ഈ ഒരു പരുവത്തില് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ. ഇനി അതിൽ നിന്ന് ഞാൻ കുഞ്ഞു തവിക്ക് 1.5 തവി മാവെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്തിനാന്നല്ലേ, നമുക്ക് കപ്പി കാച്ചാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതിന്റെ ഇരട്ടിക്ക് ഇരട്ടി വെള്ളത്തിൽ വേണം നമ്മളൊന്ന് കപ്പി കാച്ചി എടുക്കാനായിട്ട്. അപ്പൊ പറഞ്ഞ പോലെ കപ്പി കാച്ചുന്നത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ കാച്ചിയാൽ മതി. ചിലർ, മിക്കപ്പോഴും തന്നെ ആൾക്കാർ കപ്പി കാച്ചാറില്ല. പക്ഷെ ഞങ്ങളൊക്കെ അപ്പം ഉണ്ടാക്കുമ്പോൾ, എന്ത് അപ്പം ഉണ്ടാക്കിയാലും ഇതുപോലെ കപ്പി കാച്ചി എടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മാവ് എടുക്കുന്നില്ലേ, അതിപ്പോ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആ മാവ് ഒഴിക്കുന്ന സമയത്ത് കത്തിച്ചിട്ടില്ലായിരുന്നു, സ്റ്റൗ കത്തിച്ചിട്ടില്ലായിരുന്നു. പിന്നീടാണ് കേട്ടോ കത്തിച്ചത്, വെള്ളമൊക്കെ ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷമാണ്. അപ്പൊ ഇതാ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം, ഇതുപോലെ കുറുകി കുറുകി വരും. അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുത്തോളൂ, അതായത് ഈ ഒരു പരുവത്തില്. അപ്പൊ ഇനി അതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പൊ ഇതാ നമ്മൾ അരച്ചിരുന്ന മാവിന്റെ അടുത്ത് ബാക്കി ഞാൻ ഈ പാത്രത്തിലാണ് പുളിപ്പിക്കാൻ വെക്കുന്നത് കേട്ടോ. അപ്പൊ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിരുന്ന പച്ചരിയും കൂടെ ഞാനൊന്ന് ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പത്തിലേക്ക് ചേർക്കാനുള്ള തേങ്ങ, പിന്നെ കുറച്ച് 5-6 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അര ടീസ്പൂൺ തികച്ചില്ല, അതിന്റെ താഴെയുള്ളൂ, ജീരകവും കൂടെ എടുത്തിട്ടുണ്ട്. നല്ല ജീരകമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. തേങ്ങ ഞാൻ ഏകദേശം ഒരു അരമുറിയോളം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ആള്. എന്താണെന്ന് വെച്ചാൽ കള്ളിന് പകരമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈസ്റ്റ് ആണ് കേട്ടോ. ഒരു ടീസ്പൂണോളം ഈസ്റ്റ്, 2 തേങ്ങയുടെ വെള്ളം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിരുന്നതാണ്. 2 ദിവസം വെച്ചിരുന്നതിന് ശേഷമാണ് എനിക്കൊന്ന് പുളിച്ച് കിട്ടിയിരുന്നത് കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ ഇവിടെ, അതുകൊണ്ട് പറ്റും, മഴ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പായതുകൊണ്ടാണ് താമസം വന്നത്. ഇല്ലെങ്കിൽ ഒറ്റ ദിവസത്തിന് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഒന്ന് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയും തേങ്ങായും വെളുത്തുള്ളിയും അതുപോലെ ജീരകവും എല്ലാം കൂടെ കൂട്ടി ഒന്ന് നമുക്ക് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇടുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം അതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കപ്പി കാച്ചി വെച്ചിരിക്കുന്നതും നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ദാ ഇത് കണ്ടോ, നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട്. തണുത്ത് വരുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും. അതിനെയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ലെന്നോർത്തോണ്ട് കുഴപ്പമില്ല, നേരിട്ട് മാവിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ പറ്റുന്ന എന്നാന്ന് വെച്ചാൽ ചെറുതായിട്ട് കട്ടകൾ കിടക്കുന്നുണ്ടാവും കേട്ടോ നമ്മുടെ അപ്പത്തിന്റെ മാവിലേക്ക്. അപ്പൊ ഇങ്ങനെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഇനി ഇതാ നമ്മള് നമ്മുടെ കള്ളിന് പകരമായിട്ട് എടുത്തിരിക്കുന്ന ആളെയും കൂടെ നമ്മളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തം വേണ്ട കേട്ടോ, ഞാനൊരു ഒരു അര ഗ്ലാസോളം കഷ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു അരത്തവിയോളം ചോറും കൂടെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ചോറൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ചോറും കൂടെ അരച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നമ്മുടെ അപ്പം കിട്ടും കേട്ടോ. അപ്പൊ എന്തായാലും ഞാനിതെല്ലാം കൂടെ ഒരുപാട് അങ്ങ് പേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ഏകദേശം ചതച്ചല്ലതാനും ആ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ അപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുപ്പായതുകൊണ്ട് തന്നെ പുളിച്ച് കിട്ടാനായിട്ട് ചിലപ്പോൾ താമസം വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നല്ല ചൂടൊക്കെയുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്ന് രാവിലെ അപ്പം ചൂടുന്നതിന് മുന്നേ ആയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്തായാലും ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് വേണമെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ കൈ കൊണ്ടല്ല സാധാരണ ചെയ്യാറ്, വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വരണം കേട്ടോ, അതിൻ്റെ ആ ഒരു ഉപ്പെല്ലാം എല്ലാ ഭാഗത്തും വരണം. ഇനി മാവ് പുളിപ്പിക്കാൻ വെച്ചിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇതുപോലെയാണ്. ഒരു ചീഞ്ചട്ടിക്കകത്ത് ഇത്തിരി വെള്ളം വെച്ചിട്ടൊരു നമ്മുടെ തിരികെ ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്തിട്ടിട്ട് അതിലേക്ക് ഈ മാവിന്റെ പാത്രം കൂടി അങ്ങ് വെച്ചേക്കും. അപ്പൊ ആ ചൂടോട് കൂടി ഇരുന്ന് പിറ്റേന്ന് രാവിലെ തന്നെ ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ മാവ് പുളിച്ചിട്ടുണ്ടായിരുന്നു, ഒത്തിരി അങ്ങ് പുളിച്ച് പൊങ്ങിയില്ല എന്നുള്ളൂ. തുറന്നപ്പോ തന്നെ അതിന്റെ ആ ഒരു കള്ളിന്റെ അപ്പത്തിനുള്ള ആ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതവിടെ അങ്ങനെ ഇരിക്കട്ടെ, എന്തായാലും അത് നമുക്ക് ചുടാം. അതിന് മുമ്പ് ഒരു പണിയുണ്ട്, നമ്മുടെ കറി ഒരു ആവശ്യമുണ്ടല്ലോ, ഒരു സ്പെഷ്യൽ പൊട്ടറ്റോ കറിയാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാനിതാ ഇത്രയൊരു ഉരുളക്കിഴങ്ങൊക്കെ ചെത്തി വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിന്റെ കളർ അങ്ങ് മങ്ങി പോകത്തില്ല, ഇല്ലെങ്കിൽ കറുത്ത പോലെ വരും. അതുകൊണ്ടാണ് അരിഞ്ഞാണെങ്കിലും തൊലി ചെത്തിയാണെങ്കിലും വെള്ളത്തിലേക്ക് തന്നെ ഇടുന്നത്. അപ്പൊ ദാ ഈ ഒരു പരുവത്തിൽ ഇത്തിരി ചെറുതായിട്ടാണ് കേട്ടോ എടുക്കുന്നത്, അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങും കൂടെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് തന്നെ ഈ ഒരു പരുവത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിനെ വേവാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ദാ ഒരു കടായിലേക്ക് അതിനെ തന്നെ ഒന്ന് എടുത്തിടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. പോരാത്തതിന് ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കൊടുക്കുക. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത സമയത്ത് സ്വല്പം കൂടിപ്പോയി. എന്നാലും സാരമില്ല, അതപ്പോൾ കറിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്ന് ഓർത്തുകൊണ്ട് ഞാനതങ്ങ് വിട്ട് കളഞ്ഞു കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഇതിനെ ഒന്ന് വേവാനായിട്ട് സ്റ്റൗവിലേക്ക് വെക്കാം. അതങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കണം അല്ലേ? അപ്പോൾ ദാ നമ്മൾ എന്തായാലും ഇത് കണ്ടോ, മാവൊക്കെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുമ്പിന്റെ തവയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒത്തിരി നാളായിരുന്നു ഞാനിതൊക്കെ വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വല്പം എണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ എണ്ണ എന്താ പറയുക, വല്ലാണ്ട് അങ്ങ് കരിഞ്ഞു പിടിച്ചെങ്കിലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ആ ഒരു ചെറിയൊരു തുണി കഷ്ണം വെച്ചിട്ട് ഞാനത് അങ്ങോട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തം എണ്ണയൊന്ന് പറ്റി പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമ്മുടെ മാവ് ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പരത്തൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഒരു തവി ഒരു സ്വല്പം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തേച്ചു. പരത്തേണ്ട ആവശ്യമേ ഇല്ല. ഇനി നമുക്കൊരു 2 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അതാ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. മാവ് നോക്കുമ്പോൾ ഇങ്ങനെ മാവ് മേലത്തെ അതെല്ലാം കുറുകി വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് എന്താ പറയുക, തിരിച്ചിട്ടും കൂടെ കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മൂടി വെക്കേണ്ട കാര്യമില്ല. അതും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട്. 1-2 മിനിറ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ മാവും ഇതുപോലെ തന്നെ എണ്ണയൊന്ന് എന്നാന്ന് വെച്ചാൽ ചെറിയൊരു പിടുത്തം വന്നായിരുന്നു ആദ്യം ഒന്ന് എടുക്കാനായിട്ട്. തവേന്ന് നമ്മുടെ എടുക്കാനായിട്ട്. അത് ഉപയോഗിക്കാതിരുന്നിട്ടാണ്. ഞാൻ കൂടുതലും നോൺ സ്റ്റിക്കിന്റെ പാനാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഇന്നെന്തോ ഇതുപോലെ ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ദാ ഇത് കണ്ടോ, ഉടഞ്ഞു വരുന്ന ആ പരുവത്തിൽ അത്രയും മതിയാവും കേട്ടോ. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകണ്ട. അപ്പോൾ അതോടുകൂടി തന്നെ ഞാൻ അതിനെ എടുത്ത് മാറ്റി വെള്ളം മാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ അപ്പവും ഇതുപോലെ തന്നെ എടുത്ത് മാറ്റിയിടുന്നുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് ഉരുളക്കിഴങ്ങിന്റെ നോക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു കരുവ് പോലെ വന്നു. പക്ഷെ ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പം ഉണ്ടായില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് 2 സവോള, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയുണ്ട്, പിന്നെ പോയിട്ട് കുറച്ച് വെളുത്തുള്ളിയുണ്ട്. സവോള നമ്മൾ ദാ ചെറിയൊരു ക്യൂബ് സൈസിലാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി കുട്ടി കുട്ടി കഷ്ണങ്ങളായിട്ട്, അല്ലെങ്കിൽ പേസ്റ്റ് ഉപയോഗിക്കേണ്ടവർക്ക് പേസ്റ്റ് വേണമെങ്കിലും ആവാം. ഞാനപ്പോൾ അതിന് മുതിർന്നില്ല. ഇതിന് തന്നെ ഏകദേശം ഒന്ന് അരിഞ്ഞെടുത്തേക്കാന്ന് വെച്ചു. അതുപോലെ വെളുത്തുള്ളി ആണെങ്കിലും നടുകനെ എന്താ പറയുക, ഇതുപോലെ അരിഞ്ഞരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കടായി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്വല്പം നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറന്നുപോയി ഒരു കാര്യം കൂടിയാണ്, ഞാനിവിടെ ഒലിവ് ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ രുചി വരില്ല. കറിക്ക് വേറൊരു സ്വാദായി മാറിപ്പോകും. ജീരകമൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വേണമെങ്കിൽ ഇടാം. ഒത്തിരി എരിവായെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ. അത് ഇടാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് കൊടുക്കേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ എരിവ് കുറച്ച് മതിയല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തക്കാളി ആണെങ്കിലും മതിയാവും. നല്ല പുളിയുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ട് ഓവർ അങ്ങായി പോകണ്ട എന്തായാലും. അപ്പോൾ അതിനെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മുളക് പൊടി അല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചാൽ മതി. 1/2 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിനെ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഏകദേശം ഒന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നെ നമ്മുടെ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയും ഇഞ്ചിയും പച്ചമുളകില്ല സോറി മറന്നുപോയി, നമ്മുടെ വെളുത്തുള്ളിയും എല്ലാം കൂടെ കൂട്ടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തോളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളുക. എന്നിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ. അതായത് തക്കാളിയുടെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് ഉടഞ്ഞ് മാറി വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്കതിനെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിലെ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഇളക്കി കൊടുത്തോളുക. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ നമ്മുടെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് എന്താണോ ഇറങ്ങി വരാൻ ഒരു ഭയങ്കര പാടാ, അതുകൊണ്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തോട്ടിയിട്ട് കൊടുത്തേച്ചു കേട്ടോ.
അങ്ങനെ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളകി ഒന്ന് മിക്സായി റെഡിയായി വന്നോട്ടെ കേട്ടോ. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോൺഫ്ലോർ ആണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് സ്വല്പം വെള്ളം, അതായത് നമ്മുടെ കറിയുടെ തിക്നെസ് കിട്ടാൻ വേണ്ടി ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി വെള്ളം കൂടുതൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്തായാലും ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു കട്ടയെല്ലാം മാറ്റി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോൺഫ്ലോറിന്റെ മിക്സും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തോളുക. ഒരു സ്വല്പം വെള്ളം കൂടെ ഞാൻ എക്സ്ട്രായും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ സ്വല്പം നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ച് വെച്ചിട്ടില്ലായിരുന്നു, ഇങ്ങനെ ഇരുന്ന കാരണം അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ആദ്യത്തെ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കായിരുന്നു. ഇനിയിപ്പോൾ ഇപ്പോൾ കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തോളുക. ചെറിയൊരു തിള പോലെ വന്നതിന് ശേഷം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തോളുക. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എളുപ്പമുണ്ട്. വേവിച്ചെടുത്ത് മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ ഇതിനകത്തിട്ട് വേവിക്കാനായിട്ട് പാടാവുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓവർ അങ്ങ് കുക്കാവണ്ട, ഈ ഒരു പരുവത്തിൽ മീഡിയം ടൈപ്പിൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം, ഒരു പ്രത്യേക സ്വാദായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് അത് മതിയാവും. കാരണം ഇതെല്ലാം കൂടെ ജസ്റ്റ് ആ ഉരുളക്കിഴങ്ങിലൊന്ന് ഇതിൻ്റെ മിക്സ് ഒന്ന് പിടിച്ചോട്ടെ, അതിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അങ്ങനെ നമ്മളൊരു 2-3 മിനിറ്റിന് ശേഷം ഒന്നുകൂടി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. സംഭവം നമ്മുടെ റെഡിയായി അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുടെ കളർ വേണമെങ്കിൽ ആകാമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. കാരണം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തത് ഞാൻ കുറച്ചേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മുളക് പൊടിയല്ലേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എരിവ് കൂടുതലായി പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനാണെങ്കിലും അപ്പത്തിനായിക്കോട്ടെ എന്തിനൊക്കെയാണെങ്കിലും കറി, സാധാരണ നമ്മൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഉള്ള അപ്പങ്ങളൊക്കെയും കൂടെ നമ്മളിന്ന് പടപടേന്ന് ചുട്ടെടുക്കുന്നുണ്ട്. എളുപ്പമായിരുന്നു. നമ്മുടെ കള്ളില്ലാത്ത കള്ളപ്പവും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ 65 എന്നോ അല്ലെ ചില്ലി പൊട്ടറ്റോ എന്നോ എങ്ങനെ വേണേലും ഒക്കെ നമുക്ക് പേരിടാവുന്നതേ ഉള്ളൂ. നമ്മുടെ അപ്പം ഒന്ന് മുറിച്ച് കാണിക്കാം. ആരൊക്കെയുള്ള നല്ല അപ്പമാണ് കേട്ടോ. അപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയായിരിക്കും ടേസ്റ്റും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലായിട്ടല്ലോ. ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി, വേണമെങ്കിൽ നമുക്ക് പഞ്ചസാരയും കൂടെ കുറച്ചുകൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാമായിരുന്നു കേട്ടോ. അപ്പൊ വീണ്ടും കാണും വരെ ടാറ്റാ.